ഇത് രാവിലെ നമ്മൾ ഇരിക്കുന്നതാണ്. രാവിലെ ഇരിക്കും. രാവിലെ ഒരു 6 മണിയാകുമ്പോൾ ഇരുന്ന് അടയ്ക്കുന്നതാണ്. ഇപ്പം ഇന്ന് പണിയില്ല? ഇത് പണിയില്ല. 3 ശരിക്കും പറഞ്ഞാൽ വന്ന ടൈം മാറിപ്പോയിട്ടാ. ഇവിടെ വൈകുന്നേരം എല്ലാം ഈ ഭാഗത്ത്, ഒരു ഭാഗത്ത് ശരിയാണ്. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ആയിക്കരയിലുള്ള മത്സ്യബന്ധന തുറമുഖത്താണ്. മാപ്പിള ബേ മത്സ്യബന്ധന തുറമുഖം. നമുക്ക് ഇനി ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ഒരു വശത്ത് 15-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ പണിത കണ്ണൂർ ഏഞ്ചലസ് ഫോർട്ടും മറുവശത്ത് അറക്കൽ പാലസും, ഇവ രണ്ടിൻ്റെയും ഇടയിലാണ് കണ്ണൂർ ഹാർബർ സ്ഥിതി ചെയ്യുന്നത്. ഒരു ബോട്ടിൽ അത്യാവശ്യം വേണ്ട ആക്സസറീസുകളൊക്കെ വിൽക്കുന്ന കട ഇവിടെ കാണാം. അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത്. കുറേ ക്യാനുകൾ അടക്കി വെച്ചിരിക്കുന്നത് കാണാം. കാര്യം അന്വേഷിച്ചപ്പോഴാണ് അത് ബോട്ടിലേക്കുള്ള ഇന്ധനമാണെന്ന് മനസ്സിലാവുന്നത്. ആ കാണുന്ന സ്ഥലത്താണ് മത്സ്യങ്ങളുമായി വരുന്ന വള്ളങ്ങൾ അടുപ്പിക്കാറ്. തിരിച്ചു വരുമ്പോൾ പോകാമെന്ന് കരുതി വ്യൂ പോയിന്റിലേക്ക് നടന്നു. അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോഴാണ് കുറച്ച് ആളുകൾ വലകൾ റിപ്പയർ ചെയ്തതായി കാണുന്നത്. ഇതാണ് വ്യൂ പോയിന്റിലേക്ക് വരുന്ന വഴി. ഒരു വശത്ത് അർബുദകൾ കഴിഞ്ഞവരുടെ ഒരു സൗഹൃദ കാഴ്ചയും കാണാം. മറുവശത്ത് കപ്പിൾസും ഫ്രണ്ട്സും നേരം പോക്കിന് വേണ്ടി ചൂണ്ടയിടാൻ വരുന്നവരെയും കാണാം. എന്നാലും ഒരു ചോദ്യം എന്നോട് ചോദിക്കുന്നുണ്ട്: ഒരു ദിവസം എത്ര പേരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും കാണുന്നുണ്ടാവും ഈ കടലിൽ? അങ്ങനെ ഉത്തരമില്ലാത്ത ചോദ്യവുമായി എൻ്റെ യാത്ര തുടർന്നു. അങ്ങ് ദൂരെ കാണുന്നതാണ് കണ്ണൂർ ഏഞ്ചലസ് ഫോർട്ട്. ഏകദേശം ഇവിടെ നിന്നും 2-2.5 കിലോമീറ്റർ റോഡ് മാർഗം പോകാനുണ്ട്. രണ്ട് 3 ദിവസങ്ങൾ മുതൽ ആഴ്ചകളോളം അയക്കടലിലേക്ക് പോകുന്ന ബോട്ടുകളിൽ ഒരു ഐസ് സ്റ്റോറേജ് ഉണ്ടാകും. അതിലേക്ക് ഐസുകൾ നിറയ്ക്കുന്ന മെഷീനാണ് ആ കാണുന്നത്. ഈ കാണുന്നതാണ് ബോട്ടുകൾ. ബോട്ടിലും ഫൈബർ വള്ളങ്ങളിലും 2 തരം ഇന്ധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ബോട്ടിൽ ഡീസലും ഫൈബർ വള്ളങ്ങളിൽ കെറോസിൻ അഥവാ മണ്ണെണ്ണയുമാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. നേരത്തെ ഒരു ചെറുപ്പക്കാർ കൊച്ചെടുത്തോണ്ട് പോയി ക്യാമറയിൽ. എന്താണ്? ഒരു കൊച്ചെടുത്തോണ്ട് പോയി ക്യാമറയിൽ. ഒരു ചെറുപ്പക്കാർ കൊച്ച് ഇന്ന് ഞാൻ വല കെട്ടുന്നത് കാണുന്ന. ഇത് എന്താ സംഭവം? വല മീൻ പിടിക്കുന്ന സമയത്ത് മീൻ പിടിക്കുന്ന സമയം ഇതിൽ വന്ന് കൂർന്ന് നമ്മൾ വലിക്കുമ്പോൾ പാഞ്ഞു കിടക്കും മീൻ. അപ്പോൾ അത് ഡാമേജ് ആകുമ്പോൾ പണിയെല്ലാം കഴിഞ്ഞാൽ അത് ഐസിൽ കയറ്റി വയ്ക്കും. ഐസിൽ കയറ്റി മീൻ തോനെ ഐസ് കണക്കാക്കി മീനുണ്ടെങ്കിൽ കരവരും, അല്ലെങ്കിൽ കിടക്കും 4-5 ദിവസം വരെ കടലിൽ. അതല്ല ഈ വലകൾ ഡാമേജ് ആകുന്നത് മീന് കൊത്ത് കടിച്ച് ഇല്ലാലാക്കും. അതെ അതെ. ഇത് രാവിലെ നമ്മൾ ഇരിക്കുന്നതാണ്. രാവിലെ ഇരിക്കും. രാവിലെ ഒരു 6 മണിയാകുമ്പോൾ ഇരുന്ന് അടയ്ക്കുന്നതാണ്. ഇന്ന് പണിയില്ല? ഇത് പണിയില്ല. ഇന്നലെ വേണ്ട ഇതേ ദിവസം പോയില്ല പണി. കഴിഞ്ഞ ആഴ്ചയിൽ
പോയത് തന്നെ. കഴിഞ്ഞ വെള്ളിയാഴ്ച കന്ന് കയറി അവസാനം കഴിഞ്ഞ വെള്ളിയാഴ്ച പോയിട്ട് പിന്നെ പള്ളിയില്ല, തള്ളിയില്ല. നമ്മൾ പോട്ടെന്നല്ലേ. ശരി. ഇതാണ് ഇവരുടെ അവസ്ഥ. ആഴ്ചയിൽ 3 ദിവസം പണിയുണ്ടെങ്കിൽ മറ്റു 4 ദിവസങ്ങളിൽ വെറുതെ നിൽക്കേണ്ടി വരുന്ന. ഇതാണ് സർക്കാർ സബ്സിഡിയോട് കൂടി കൊടുക്കുന്ന മണ്ണെണ്ണ വിതരണ കേന്ദ്രം. ആയിക്കരയുടെ ഈ ഭാഗത്താണ് സാധാരണ മത്സ്യബന്ധനം ചെയ്തു വരുന്ന ബോട്ടുകളെല്ലാം മീൻ ഇവിടെ വന്ന് ഇവിടുന്നാണ് ഇറക്കിയിട്ട് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരും. ശരിക്കും പറഞ്ഞാൽ വന്ന ടൈം മാറിപ്പോട്ടാ. ഇവിടെ വൈകുന്നേരം എല്ലാം ഈ ഭാഗത്ത്, ഒരു ഭാഗത്ത് ശരിയാണ്, വൈകുന്നേരം വന്നാലേ നമുക്ക് വ്യൂ പോയിന്റിൽ ആൾക്കാരെ കാണാൻ പറ്റും. പകൽ സമയത്ത് ഉച്ച സമയത്തൊന്നും അവിടെ ആരും വരില്ല. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ മീൻ ഇറക്കി വെക്കുന്ന സ്ഥലത്തൊക്കെ ഈ മത്സ്യ വള്ളങ്ങളൊക്കെ വരുന്ന സ്ഥലത്ത് രാവിലെ മുതൽ ഒരു ഉച്ച സമയം വരെ ഉണ്ടാവും. അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. അപ്പോൾ എന്തായാലും വേറൊരു ദിവസം വന്ന് അത് ഷൂട്ട് ചെയ്യും. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.